ഇന്ന് എപ്പോഴും നമ്മൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ഒത്തിരി കറികളൊക്കെ ചെയ്യുമ്പോഴത്തേന് പല പ്രൊസീജിയേഴ്സാ. അതാ മാരിനേറ്റ് ചെയ്ത് വെച്ച ഉള്ളി വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയും വഴറ്റി എല്ലാം ചെയ്ത് വേണം ഒരു കറി വെക്കാനായിട്ട്. എന്നാ പാടാ അല്ലേ? ഇപ്പോഴത്തെ കാലത്താണ് ഈ പിള്ളേർ പോലും, ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നാ കാര്യം ചെയ്യാൻ നോക്കുമോ അതൊക്കെ ചെയ്യണം എന്നാ. അതുകൊണ്ട് ജോലി എപ്പോഴും എളുപ്പമാക്കാനായിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കാനുള്ളത്. അപ്പം ഞാനും വിചാരിച്ചു എന്നതിനാ 24 മണിക്കൂറും 24/7 എന്ന് പറഞ്ഞ് നമ്മൾ ആരും വീട്ടിൽ അടുക്കളയിൽ കിടക്കാറില്ല. പക്ഷേ എന്നെപ്പോലെ പാചകം ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അടുക്കളയിൽ നിന്നിട്ട് പല ജോലികൾ ചെയ്യാൻ ഇഷ്ടമാണ്. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അരിയാൻ, ഇത് പറഞ്ഞ പോലെ കറി വെക്കാനോ ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം പാത്രം കഴുകാനോ. ഇതെല്ലാം ചെയ്യണമെങ്കിൽ പാത്രം വേണം, പാത്രം വൃത്തിയായാലേ അടുത്ത കറി ചെയ്യാനും ഒക്കത്തുള്ളൂ. ഇതെല്ലാം പാർട്ട് ഓഫ് ദ ലൈഫ് ആണെന്ന് വിചാരിച്ചാൽ ബാക്കി കാര്യങ്ങൾ ഏതൊക്കെ കാര്യത്തിൽ നമുക്ക് എളുപ്പം കണ്ടെത്താം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കും കേട്ടോ. ഈ പറഞ്ഞ പോലെ എന്നതാ ചെയ്യാൻ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ നോക്കുകയല്ല, പക്ഷെ സ്പെഷ്യൽ ചെയ്യാനും ഇഷ്ടമാണ്. ചെയ്യുമ്പോൾ എത്രയും വേഗം ജോലികൾ കുറയ്ക്കാൻ പറ്റുന്ന കറികളുണ്ടോ എന്ന് ചിന്തിക്കുക. ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു മട്ടൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. മട്ടൻ കറി എന്ന് പറയുമ്പോൾ ഇതൊരു കുറുമയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുക്കാം. ഇതൊരു പരീക്ഷണമായിരുന്നു. ഇതിന് പേരെന്നതാന്ന് ചോദിച്ചാൽ അതും എനിക്കറിയാൻ മേല. നമുക്കൊരു ഐശ്വര്യമായിട്ട് എൻ്റെ പ്രേക്ഷകർ, എന്നോട് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു പേര് കണ്ടെത്താം. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മട്ടനാണ്. പക്ഷെ മട്ടൻ്റെ വേവിന് മാത്രമേ താമസമുള്ളൂ, അല്ലാതെ ഈ പറഞ്ഞ പോലെ പ്രൊസീജിയേഴ്സിനൊന്നും താമസമില്ല. ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് മാത്രം ഒന്ന് ആദ്യം അറിയാം. എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് വേണ്ടിയത് ഒരു കിലോ മട്ടൺ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു 2 വലിയ സവാള എങ്ങനെയായാലും അരിയാം. എല്ലാം അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് അത്രയും കൂടെ പണി കുറച്ചു. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അരിഞ്ഞ്. പിന്നെ വേണ്ടിയത് ഒരു 2 ടൊമാറ്റോ. ഇത് നല്ല ജീരകം, അതായത് നമ്മൾ തോരനൊക്കെ എടുക്കുന്ന ജീരകം. പിന്നെ വേണ്ടിയത് പച്ചമുളക് ഇപ്പം എടുക്കണ്ട, അതിന് പകരം കുറച്ച് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ സാദാ ചില്ലിയോ ഏതാ എരിവ് അനുസരിച്ച് നമ്മൾ എടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 12 മുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി ഒരു 1.5 കഷ്ണം. ഇതൊരു 1.5 ഇച്ചിരി കൂടെ ഉണ്ട്, അതിരുന്നോട്ടെ. മട്ടണല്ലേ, ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇരിക്കുന്നത് നല്ലയാ. അന്നേച്ച് വേണ്ടിയത് കുറച്ച് ഗരം മസാല പൊടിച്ചതായത്. പിന്നെ വേണ്ടിയത് തൈര്. പിന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞും ചേർക്കാം, ഏത് വേണേലും. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി നാരങ്ങ നീര. അതിന് വേണ്ടിയ മല്ലിയിലയും കറിവേപ്പില എല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഏത് ഫ്ലേവറാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം. അതായത് നോർത്തൊന്നുമില്ല സൗത്തൊന്നുമില്ല, ഇത് നമ്മുടെ അടുക്കള കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്നാ പറയുക കാര്യങ്ങൾ വെച്ച് ചെയ്തേക്കുന്ന. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ മുളക് പൊടിയൊക്കെ തീർന്നു പോകല്ലേ, അന്നേരം നമ്മളൊരു ഇച്ചിരി മുളക് പൊടി ഇടാതെ വറ്റൽ മുളക് ഇടുകയല്ലേ. പണ്ട് അമ്മമാരൊക്കെ എന്നാ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മട്ടൺ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, ഇത് കുറച്ച് സമയം എടുക്കും അങ്ങനെയൊക്കെ ആവാനായിട്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് നേരം ഇല്ലാഞ്ഞിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നത്, ഈ മട്ടനെ ഒരു ബൗളിലേക്ക് ഇട്ടേച്ച് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. എന്നാക്ക് വെച്ചാന്നറിയോ, ഈ നാരങ്ങ നീരും ഉപ്പും ഇട്ട്. ഇച്ചിരി ഉപ്പ് അത് ഇടത്തുള്ളൂ, ഒത്തിരി ഇടുന്നതായിട്ട് തോന്നരുത്. അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീര്. ഇനിയിപ്പോൾ നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആക്കണ്ട, നമുക്ക് വിനീഗർ ഉണ്ടെങ്കിൽ അതും ചേർത്താൽ മതി. പക്ഷെ നാരങ്ങയുടെ പുളി നോക്കണം, ഒരുപാട് പുളി വേണ്ട. ഒരു 2 ടീസ്പൂൺ ഒഴിക്കാം. കാര്യം നമ്മൾ തൈരും കൂടെ ചേർക്കുന്നതല്ലേ, അതുകൊണ്ട് ഇത് ഇച്ചിരി നേരം ഒന്ന് പുരട്ടിയിട്ടിരിക്കട്ടെ. ഒരുപാട് നേരം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാനുള്ള സമയവുമില്ല, പക്ഷെ എന്നാലും ഒന്ന് ഉള്ള നേരം ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറേ കാര്യങ്ങൾ അരച്ചെടുക്കാനുള്ളതാ. അരച്ചെടുക്കേണ്ട കാര്യങ്ങളാ ബാക്കിയെല്ലാം. ഒരൊറ്റ സാധനം ഇന്ന് വഴറ്റുകയല്ല, വാശിയാ. കാര്യം ചില സമയമൊക്കെ നമുക്ക് സമയം കിട്ടാതെ വരും. ആ സമയത്ത് ചില കറികൾ ഇത് മട്ടണിൽ വെക്കാം, ചിക്കനിൽ വെക്കാം, ബീഫിൽ വെക്കാം, ഏത് മീറ്റിലും വെക്കാൻ പറ്റും. അതുകൊണ്ട് പനീർ ഉണ്ടെങ്കിൽ പനീർ ചെയ്തോ, മുട്ടയിലാണെങ്കിൽ മുട്ടയ്ക്ക് ചെയ്യാം, ഏത് വേണേലും ചെയ്യാൻ വെക്കും. മുട്ട ചെയ്യുവാണെങ്കിൽ മാത്രം ഇതേപോലെ മുട്ട പുരട്ടിയൊന്നും വെക്കണ്ട, ഗ്രേവി മാത്രം ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഇനി നമ്മൾ എല്ലാം അരച്ചെടുക്കാൻ പോവുക. അത് ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞു മിക്സിയിലൊക്കെ അല്ല, ഇച്ചിരി വലിയ മിക്സിയിൽ തന്നെ. ഇന്നതൊന്നൊന്നുമില്ല, നമ്മൾ എടുത്തു വെച്ചേക്കുന്ന എല്ലാം. ഫസ്റ്റ് സവാള, 1 സ്പൂൺ ജീരകം അല്ലെങ്കിൽ ഒരു 3/4 സ്പൂൺ ജീരകം ഇട്ടാൽ മതി. ഞാൻ എൻ്റെ ഒരു കൈവാക്കിന് ഇടുക.
വറ്റൽ മുളക്, കശ്മീരി ആണെന്നുണ്ടെങ്കിൽ അത് മതി, കുറച്ച് വെളുത്തുള്ളി, ഇനിയിപ്പോൾ ഇഞ്ചി. ഇതിപ്പോൾ ഒരു കഷ്ണമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇത് ഇച്ചിരി മുറിച്ചിടാം, അല്ലേ ഇനിയിപ്പം ആദ്യം ഞാനിതൊരു ഇത്രയും ഒന്ന് അരച്ചെടുത്തോട്ടെ. അതിനുശേഷം നമുക്ക് തക്കാളിയും തൈരും കൂടെ ചേർക്കാം. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃത നൽകുന്ന സല്ലാപ വിരുന്ന്. ആക്ച്വലി ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒട്ടും ഇൻഗ്രീഡിയൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാലേ അരയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഓക്കെ, അരഞ്ഞപ്പോൾ ഉള്ള പരുവം കാണാലോ അല്ലേ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ തക്കാളിയും തൈരും കൂടെ ചേർത്ത് അരയ്ക്കാൻ പോവാം. തൈരിൻ്റെ അളവും നോക്കിക്കോണം, പുളി അധികം വേണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങ ചേർക്കുന്നുണ്ട്, സാധനം പുളി ഒരുപാട് കൂടുവേ. ഒരു കപ്പ് എടുത്തതിൽ ഒരു ഹാഫ് കപ്പേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ശരിക്കും ഒരു ഫൈൻ പേസ്റ്റ് ആക്കുക. അന്നേച്ച് ഇനി ആ ഒട്ടും പണിയില്ലാത്ത എന്നാന്നറിയാം, നമുക്ക് സാധാരണഗതിയിൽ വഴറ്റുക അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. ഈ പാനിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഇതിനകത്തോട്ട് ഞാൻ ആക്ച്വലി എന്താ പറയുക സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഏതായാലും നമ്മൾ ഏത് ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് ഒഴിച്ചേച്ചാൽ മതി. ഓക്കെ, ഈ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന സാധനം കംപ്ലീറ്റ് ആ മസാല അതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. ഒരു ദിവസം ഓവർനൈറ്റ് ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാന്നേൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചേച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിനകത്തോട്ട് എരിവ് അനുസരിച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അത് പോരാഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക പച്ചമുളക് ഇടുക. അല്ലാതെ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഇടുന്നുണ്ട്. ഒരു പച്ചമുളക്, അല്ലെങ്കിൽ ഇത് നല്ല എരിവുള്ള പച്ചമുളക് ഇപ്പം ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇടാം. ഇതിൻ്റെ കൂടെ ഇറച്ചിയെ പിടിക്കാനായിട്ട് ഒരു ഇച്ചിരി മസാലയും കൂടി ഇടണ്ടേ. ഇപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങാൻ നേരം ഇതിൻ്റെ ഫ്ലേവർ ഒരു ഇച്ചിരി കൂടാനായിട്ട്, മണവും എല്ലാം വരാനായിട്ട് നമുക്ക് ഒരു ഇച്ചിരിയും കൂടി ഇടാം. ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്, തിരുമ്മി വെച്ചപ്പോഴത്തേന് ഇട്ടായിരുന്നു. അതുകൊണ്ട് ഇനി നോക്കിയിട്ടിട്ടാൽ മതി.
ഇത് ആക്ച്വലി ഇതിനകത്ത് ഇനി ഒരു കാര്യം കൂടെ ചേർക്കാനുള്ളൂ, ഇച്ചിരി മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഈ പറഞ്ഞ പോലെ നമ്മൾ പച്ചക്കറി ആണെങ്കിലും മീറ്റ് ആണെങ്കിലും നോൺ വെജ് എന്ത് ചെയ്താലും ഏത് പാചകം ചെയ്താലും ഞാൻ എപ്പോഴും പറയുന്നത് ഏതൊരെണ്ണത്തിനകത്തും മഞ്ഞപ്പൊടി ചേർക്കുന്നത് നല്ലതാ. വിഷാംശങ്ങളുണ്ടെങ്കിൽ അത് പോകാൻ നല്ലതെന്നല്ലേ പറയാം. അന്നേരം പിന്നെ അത് ചേർക്കുന്നതുകൊണ്ട് കുറ്റമൊന്നുമില്ല. പക്ഷേ നമ്മൾ കോണ്ടിനെൻ്റൽ ഡിഷസ് ഒന്നും ചേർക്കുമ്പോൾ ചിലതിന് ഒക്കുകയില്ല. പക്ഷെ കഴിയുന്നതും ചേർക്കാൻ പറ്റുവാന്നേലും ചേർത്തോ. ഇതിനകത്ത് മല്ലിപ്പൊടിയോ അങ്ങനെയൊന്നുമില്ല. ഒരു സ്പെഷ്യൽ ഫ്ലേവറാണിത്. ഇന്ന പോലെ മട്ടൺ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊന്നും ചോദിക്കരുത്. നമ്മുടെ വീടുകളിൽ ചില സാധനങ്ങൾ ഇല്ലാതാകുമ്പോൾ ഉള്ള സാധനം വെച്ചുണ്ടാക്കുന്ന ഒരു ചെറിയ പരീക്ഷണം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞേക്കുന്നതിനൊരു പേരോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ രുചി നോക്കിയേച്ച് വേണം കുറ്റം പറയാൻ. അല്ലാതെ ചുമ്മാ നോക്കിയേച്ച് ഇത് ഇതുപോലെയാ ഇന്ന പോലെയാ എന്ന് പറഞ്ഞേച്ചാരും പറയരുത്. ഇനി പണിയൊന്നുമില്ല, മട്ടൺ വെന്താൽ മതി. പിന്നെ ഫ്ലേവർ കൂടാനായിട്ട് വേണമെങ്കിൽ ഒരിച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കാം. മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ, മുളക് പൊടിയില്ല, വറ്റൽമുളകാണ് ചേർത്ത്. ഇനി വറ്റൽമുളക് ചേർക്കേണ്ടാത്തവർക്ക് കശ്മീരി മുളക് പൊടി ചേർക്കാം, നിറവും കിട്ടും. മല്ലി ഇതിനകത്ത് ഇല്ല. പിന്നെ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് പച്ചമുളക് ചുമ്മാ ഇട്ടേച്ചാൽ മതി, ജസ്റ്റ് ഒരു ഗാർണിഷിങ് മാത്രമേ ഉള്ളൂ. പിന്നെ മല്ലിയില ഇപ്പം വേണമെങ്കിൽ കുറച്ച് ചേർക്കാം, ആ ഫ്ലേവറും കൂടെ വരാനായിട്ട്. അതല്ല ലാസ്റ്റ് ഗാർണിഷിനെങ്കിൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത്. ഞാൻ പക്ഷേ ഇതിങ്ങനെ ഫുൾ വേവിച്ചതിന് ശേഷം വാങ്ങാൻ നേരം കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും ആ പച്ചമുളകും കൂടി ഇടും. അത്രേ ചെയ്യത്തുള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഗുണവും രുചിയും മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായവും പറഞ്ഞ് ഒരു നല്ല പേര് കണ്ടുപിടിച്ചെടുത്തായിരുന്നേ. ഓക്കെ. Annie's Kitchen. Let's cook with love.